മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും പരിശുദ്ധമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠന പരീക്ഷ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കടന്നു വന്നത്. അവിടെ കടലാസുകളൊക്കെ കുറേ വായിച്ചു നോക്കി. ഉയരങ്ങൾക്ക് പറക്കുവാനുള്ള പഠനവും പരിശ്രമവും പ്രാർത്ഥനയൊക്കെ അച്ഛനെ കാണാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോടും അധ്യാപകരോടും എല്ലാ വിദ്യാർത്ഥികളോടും ചേർന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നിതാ ദൈവമായ കർത്താവ് തരുന്ന വചനം നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. വിജയം നേടിത്തരുന്ന കർത്താവിൻ്റെ മുൻപിലാണ് നമ്മൾ അണിചേർന്നിരിക്കുന്നത്. എൻ്റെ മക്കളെ, നമുക്കറിയാം, വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? പരീക്ഷകൾ അടുക്കുന്തോറും മിക്കവാറും കുട്ടികൾക്ക് ഭയവും ആകുലതയും ഒക്കെ കാണാറുണ്ട്. ധാരാളം മക്കൾ ജെറുസലേം വചനകൂടാരത്തിൽ അനുദിനം വരുന്നത് കാണുന്നുണ്ട്. പരീക്ഷകളുടെ ഉദ്ദേശം നമ്മുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും ഓർമ്മശക്തിയുടെയും മാറ്റുരച്ചു നോക്കുന്നതാണ്. ഓരോരുത്തരുടെ ഈശോ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായ ഭയമാണ്, പേടിയാണ്, കാരണമില്ലാത്ത ഭയം. പരീക്ഷയ്ക്ക് ജയിക്കുമോ തോൽക്കുമോ, നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷകൾക്കനുസരിച്ച് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ, മാർക്ക് കുറഞ്ഞു പോകുമോ കൂടുമോ എന്നുള്ള ഭയം മനസ്സിൽ കടന്നു വരികയാണ്. മക്കളെ, ഭയം ജനിപ്പിക്കുന്നത് പിശാചാണ്, ധൈര്യം നൽകുന്നത് ദൈവമാണ്. ഭയം എന്ന് പറയുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഉള്ളിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? 5 കൊച്ചു കാര്യം പറയട്ടെ, ശ്രദ്ധിക്കണേ. പരീക്ഷയ്ക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചിട്ട് പോകുക. വീട് വിട്ടിറങ്ങുന്നതിനേക്കാൾ മുമ്പ് മാതാപിതാക്കളുടെ അനുഗ്രഹം ശിരസിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് യാത്രയാക്കുക. 3, പരീക്ഷയ്ക്ക് 5 മിനിറ്റ് മുമ്പ് ചർച്ചകളും പഠനങ്ങളൊക്കെ നിർത്തിവെക്കുക. 4, വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വചനം ഓർക്കുക. 5, പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതാൻ പരിശ്രമിക്കുക. സുനിശ്ചയമാണ് വിജയം. ഭയപ്പാടുകളെല്ലാം കർത്താവ് എടുത്തു മാറ്റും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഓരോ വിദ്യാർത്ഥികളെയും അവിടെ മാതാപിതാക്കന്മാരെയും അവിടെ വിദ്യാലയ കലാലയങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടാകട്ടെ. ഇത് പ്രത്യേകമായി വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അച്ഛൻ സംസാരിച്ചിരിക്കുന്നത്. ലോകം മുഴുവനിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ വിദ്യാലയങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.